നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ വേദപുസ്തക പഠനത്തിലേക്ക് പ്രവേശിക്കാം. आइए हम प्रार्थना करके आज के इस बाइबल अध्ययन की तरफ बढ़ेंगे. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിച്ചു വാഴ്ത്തുന്നു. हमारे प्रभु और हमारे परमेश्वर, आपका हम आराधना करते हैं. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം പഠിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. आज हम लोग को बाइबल से अध्ययन करने के लिए हमें आप सिखाइएगा. കർത്താവേ, ഇത് പഠിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ ബുദ്ധികളെ പ്രകാശിപ്പിക്കണേ. इसको समझने के लिए और पढ़ने के लिए हमारे दिल में प्रभु आप प्रकाशन कीजिएगा. വചനം എടുത്തു പറയുവാൻ അടിയങ്ങളെ കർത്താവ് ബലപ്പെടുത്തണേ, ശുദ്ധീകരിക്കണേ. वचन को लेके पिता परमेश्वर पढ़ना और समझने के लिए हमें विशुद्ध, हमारे दिल को शुद्ध करिएगा. നല്ല നിലത്ത് വീണ വിത്ത് പോലെ ഇത് പ്രയോജനപ്പെടുവാൻ കേൾവിക്കാരുടെ ഹൃദയങ്ങളെയും ചെവികളെയും അങ്ങ് ശുദ്ധീകരിക്കണേ. अच्छे जमीन पे जहाँ पर वचन गिरता है, जो बीज गिरता है, उस समान हमारे दिल को भी आप बनाइएगा. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം മാറരുതേ. पवित्र आत्मा की उस सानिध्य को आप हटाइएगा. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. वो यीशु मसीह के नाम से आमीन. വെളിപ്പാട് പുസ്തകത്തിലെ 7 ലേഖനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. प्रकाशित वाक्यों के जो 7 लेटर्स यानी कि लेखक है, उसके बारे में हम पढ़ रहे हैं. വെളിപ്പാട് പുസ്തകത്തെ തന്നെ ഏഴുകളുടെ പുസ്തകം എന്ന് വിളിക്കാറുണ്ട്. हम प्रकाशित वाक्यों के पुस्तक को हम लोग 7 के पुस्तक के नाम से भी हम जानते हैं. അതിനകത്ത് ഏഴുകളുടെ കണക്ക് ധാരാളമുണ്ട്. उसमें कई सारे जगहों में 7 के गणित को हम देखते हैं. 66 പുസ്തകങ്ങളുള്ള ബൈബിളിന്റെ അവസാനത്തെ പുസ്തകമാണ്. 66 पुस्तक से बने गई ये बाइबल की आखिरी पुस्तक है. ബൈബിൾ ഒരു പൂർണ്ണ പുസ്തകമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. हम विश्वास करते हैं कि बाइबल जो है एक संपूर्ण या पूर्ण पुस्तक है. 7 എന്നത് ദൈവിക പൂർണ്ണതയെ കുറിക്കുന്ന അക്കവുമാണ്. 7 जो है वो प्रभु के पूर्णता को या संपूर्णता को दिखाता है. പൂർണ്ണതയുള്ള പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ പൂർണ്ണതയുള്ള പദങ്ങൾ അനേക പ്രാവശ്യങ്ങൾ ഏഴുകളുണ്ട്. ये पूर्णता की जो पुस्तक है, उसकी आखिरी पुस्तक में भी हम देखते हैं कि पूर्णता को हम पाएंगे. അതിൽ ദൈവസഭയുടെ ചരിത്രത്തെ 7 കാലഘട്ടങ്ങളായി തിരിക്കുന്നുവെന്ന് ആരംഭത്തിൽ നമ്മൾ കണ്ടു. हमने शुरुआत में देखा था कि कलीसिया की जो इतिहास है, उसको 7 रूप में या 7 भागों में बांटा गया है. അതിലെ ഒന്നാമത്തെ സഭ ആരംഭിക്കുമ്പോൾ യേശുവിന്റെ സാന്നിധ്യം സഭയുടെ അകത്തായിരുന്നു. हम जब देखते हैं पहला कलीसिया जब था, तो प्रभु यीशु मसीह की उपस्थिति जो थी कलीसिया के अंदर थी. 7 നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി. 7 दीवटों के बीच में खड़ा हुआ होता है वहां पर प्रभु यीशु मसीह. ഓരോ കാലഘട്ടങ്ങളിലായി സഭയ്ക്ക് നന്മകളും തിന്മകളും ഉണ്ടായി. हर एक चरित्र में हम देखते हैं, समय काल में देखते हैं कि कलीसिया को कई सारे गुण और कई सारे दुर्गुण भी थे. അനേക പരാജയങ്ങളിലൂടെ സഭ നടന്നു. कई सारे पराजय की स्थिति से कलीसिया चली. ഉപദേശത്തിന്റെ വീഴ്ചകളും താഴ്ചകളും ധാരാളം സംഭവിച്ചു. उपदेश के कई सारे जय और पराजय को हम देखते हैं. ഒടുവിൽ നടുവിലായിരുന്ന യേശുവിന്റെ സാന്നിധ്യം സഭയുടെ വെളിയിലേക്ക് മാറി. आखिर में हम देखते हैं कि जो बीच में जब यीशु मसीह जो खड़े हुए थे शुरुआत में, वो आखिर में देखते हैं कि प्रभु बाहर आ ഞാൻ गए. വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ വരും, അകത്തു വരും എന്ന് യേശു പറയുന്നു. प्रभु यीशु मसीह की ऐसे कहते हैं आखिर में कि मैं वहां द्वार पे खड़ा हूं और खटखटा रहा हूं, जो सुनता है वो दरवाजा खोले तो मैं अंदर आके तुम्हारे साथ भोजन എങ്ങനെയാണ് करूंगा. യേശുവിന്റെ സാന്നിധ്യം സഭയുടെ ഉള്ളിൽ നഷ്ടമായത് എന്നാണ് നാം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. कैसे है कि प्रभु यीशु मसीह का उपस्थिति जो है सभा या कलीसिया से बाहर नष्ट हो गया. ഇതിൽ 6ാമത്തെ കാലഘട്ടമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. और इसमें से छठा जो समय काल है, उसको आज हम सीखेंगे. 6ാമത്തെ സഭയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അധിക ബലഹീന വശങ്ങൾ പറയുന്നില്ല. छठे कलीसिया के बारे में जब पढ़ते हैं तो ऐसा कोई ज्यादा बलहीनता के बारे में नहीं बताया गया. 5 സഭകളെ കുറിച്ചും അതിന്റെ ബലഹീനതകൾ പറഞ്ഞുകൊണ്ടിരുന്നു. पिछले 5 कलीसियाओं के बारे में जब हम पढ़ते हैं तो कई सारे उनके बलहीनताओं के बारे में बोला ഒന്നാം गया സഭ है. അതിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. पहली सभा के बारे में देखते हैं तो उनका पहला प्यार या प्रेम नष्ट हो गया है. 5ാമത്തെ സഭയായപ്പോഴത്തേക്ക് ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ് ആ സാഹചര്യത്തിലായി. 5वीं कलीसिया के बारे में जब हम पढ़ते हैं तो ऐसा लिखा है कि तुम जीवित कहते हो अपने आप को, पर मरे हुए. ചാവാറായ ചില ശേഷിപ്പുകൾ മാത്രം സഭയ്ക്കകത്ത് വന്നുപോയ ഒരു സാഹചര്യം. हम देखते हैं कि उनमें सिर्फ कुछ विशेषताएं हैं जो मरने को हो रही है पर रहती है. എന്നാൽ 6ാമത്തെ സഭയെക്കുറിച്ച് ഒരു ബലഹീനതയും പറയാത്ത ഒരു കാലഘട്ടമാണ്. पर हम देखते हैं छठी जो कलीसिया है उसके बारे में कोई भी बलहीनता नहीं है. ഇനിയൊരു ബലഹീനത വന്നാൽ അത് ചത്തുപോകും, അതുപോലെ നിർജീവത്വത്തിലേക്ക് അത് അടുത്തു കഴിഞ്ഞു. अगर एक और बलहीनता आ जाए तो वो मर जाएंगे, इसलिए यहाँ पर हम पढ़ सकते हैं. ആകയാൽ വിടുവിക്കുന്നവനായ കർത്താവ് ദാവീദിന്റെ താക്കോലുള്ളവൻ തുറക്കുവാൻ വേണ്ടി വരികയാണ്. और इसलिए हम देखते हैं कि छुड़ाने वाला परमेश्वर जो दाऊद का
कुंजी रखता है वो यहाँ पर आते हैं। ആറാം സഭാ കാലയളവിനെ ഫിലദൽഫിയ കാലഘട്ടം എന്ന് വിളിക്കുന്നു. छठे जो समय काल कलीसिया के समय काल को जब हम पढ़ते हैं तो उसको फिलडेल्फिया नाम दिया जाता വെളിപ്പാട് है। പുസ്തകം 3-ാമത്തെ അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ് ഫിലദൽഫിയയിലെ സഭയെക്കുറിച്ച് സംസാരിക്കുന്നത്. प्रकाशित वाक्य उसके 3 अध्याय और 7 से लेकर 13वें आयत तक हम देखते हैं फिलडेल्फिया के बारे में लिखा गया है। അവിടെയും മറ്റ് സഭകളോട് എന്നവണ്ണം ലേഖനം എഴുതി തുടങ്ങുന്നത് അല്ലെങ്കിൽ സംസാരിച്ചു തുടങ്ങുന്നത് സഭയുടെ ദൂതനോടാണ്. हम देखते हैं उधर भी बाकी कलीसियाओं के समान प्रभु यीशु मसीह वहां पर सभा के जो दूत है उसको लिखते हैं। അത് എഴുതി നിർത്തുമ്പോൾ തന്റെ എല്ലാ സഭയിലുമുള്ള വിശ്വസിക്കുവാൻ തയ്യാറുള്ള അനുസരിക്കുവാൻ തയ്യാറുള്ള ചെവിയുള്ള എല്ലാവരോടും കൂടെ എഴുതി നിർത്തുന്നു. और जब खत्म होता है तो हम देखते हैं कि जिसको कान है वो सुन ले करके आत्मा कहता है। യേശു സഭകളോട് സഭയുടെ ദൂതനോട് സംസാരിച്ചു തുടങ്ങുന്നു. यहाँ पर देखते हैं यीशु मसीह जो है सभा या कलीसिया के दूत से कह के शुरू करते हैं, പരിശുദ്ധാത്മാവ് സംസാരിച്ചു നിർത്തുന്നു. पर पवित्र आत्मा के समान बात करके वहां खत्म करते 3-ാം हैं। അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ 3 अध्याय के 7वें आयत में യേശു തന്നെത്താൻ പരിചയപ്പെടുത്തുമ്പോൾ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുവാൻ ദാവീദിന്റെ താക്കോലുള്ളവൻ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. हम देखते हैं 3 अध्याय के 7वें आयत में प्रभु यीशु मसीह अपने आप को ऐसे परिचय देते हैं कि जो पवित्र और सत्य है और दाऊद की कुंजी रखता है, जिसके खोले हुए को कोई बंद नहीं कर सकता और बंद किए हुए को कोई खोल नहीं सकता। ദാവീദിന്റെ താക്കോൽ എന്നതിന് ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു പദം മാത്രം, ആശയം, അർത്ഥം മാത്രം ഞാൻ പറയട്ടെ. मेरे सामने जो प्रभु यीशु मसीह ने जो दाऊद का जो कुंजी के बारे में जो मेरे को बताया है, मैं आपके सामने रखना चाहता हूं। താക്കോൽ എന്നത് അധികാരത്തെ കുറിക്കുന്നതാണ്. कुंजी या चाबी जो है वो अधिकार को दिखाता है। ഒരുവന്റെ കയ്യിൽ താക്കോൽ ഉണ്ടെങ്കിൽ അവന് തുറക്കുവാൻ കഴിയും. किसी के पास भी अगर एक चाबी है तो वो खोल सकता है। എന്റെ കയ്യിൽ ദാവീദിന്റെ താക്കോലുണ്ട്. मेरे हाथ में प्रभु दाऊद का कुंजी है। വ്യക്തിപരമായി ഓരോ വ്യക്തികളുടെയും കയ്യിൽ അവരവർ ഉപയോഗിക്കുന്ന താക്കോലുകൾ കണ്ടെന്ന് വരാം. हो सकता है कि हर एक व्यक्ति के पास अपने खुद के इस्तेमाल के लिए वो लोग ऐसे चाबियां रखते होंगे। ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു കൊച്ചുകുട്ടിക്ക് അദ്ദേഹത്തിന്റെ അലമാരയോ ബോക്സോ തുറക്കാനുള്ള ഒരു താക്കോലായിരിക്കാം തന്റെ കയ്യിലുള്ളത്. हो सकता है कि हॉस्टल में जब एक बच्चा जब रहता है तो उस समय अपने दरवाजे को या अपने कबर्ड को खोलने के लिए एक चाबी हो उनके पास। അതേ ഹോസ്റ്റലിൽ തന്നെ താമസിക്കുന്ന കുറച്ചും കൂടെ പ്രായമുള്ള വ്യക്തിയുടെ കയ്യിൽ 2-3 താക്കോലുകൾ കണ്ടെന്ന് വരാം. उसी हॉस्टल में रहने वाले और भी थोड़े उम्र में थोड़े बड़े हुए व्यक्ति अगर हो तो उनके पास हो सकता है 2 या 3 चाबियां। ഒരു വീട്ടുടമസ്ഥന്റെ കയ്യിൽ വീടിന്റെ ചാവിയും കാറിന്റെ ചാവിയും ഉൾപ്പെടെ ഒരു താക്കോൽ കൂട്ടം അല്ലെങ്കിൽ 1-2 താക്കോൽ കൂട്ടങ്ങൾ കണ്ടെന്ന് വരാം. एक घर का अगर मालिक हो तो उनके पास हो सकता है अपने घर की चाबी, गाड़ी की चाबी और ऐसे करके कई सारे गुच्छा हो सकता है चाबियों का। താക്കോൽ അധികാരത്തെ കുറിക്കുന്നതാണ്. जो चाबी है वो अधिकार को दर्शाता है। ദാവീദ് ഒരു രാജാവായിരുന്നുവെങ്കിൽ എത്ര താക്കോലുകൾ തന്റെ കയ്യിൽ ഉണ്ടായിരുന്നു? अगर दाऊद एक राजा था तो उसके पास कितने सारे चाबियां थी। സാമ്രാജ്യത്തിന്റെ ഓരോ സ്റ്റേറ്റുകളുടെയും ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെയും അധികാരം വഹിക്കുന്നവനായ ദാവീദ് पूरे एक राज्य के कई सारे डिपार्टमेंट, कई सारी चीजों को संभालने वाला एक राजा। ആ അധികാരങ്ങളെ താക്കോലുകളായി എണ്ണുമെങ്കിൽ എത്ര ആയിരം താക്കോലുള്ള താക്കോൽ കൂട്ടങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരിക്കും. अगर उस सारे अधिकारों को अगर हम लोग चाबी के समान रखते हैं या तुलना करते हैं तो कितने हजारों जो चाबियां थी दाऊद राजा के യേശു पास। പറയുന്നു ദാവീദിന്റെ താക്കോൽ എന്റെ കയ്യിലുണ്ട്. यीशु मसीह कहते हैं कि दाऊद की कुंजी या चाबियां जो है वो मेरे हाथ में ഇന്ന് है। ആവശ്യമുള്ള ദൈവപൈതലെ നമുക്ക് യേശുവിന്റെ അടുക്കൽ വരാം. आज मेरे भाइयों और बहनों, जिसको जरूरत है वो यीशु मसीह के पास आए। ചെവിയുള്ള ഏവനും കേൾക്കേണ്ടതിന് പൊതുസഭയോടുള്ള ദൈവിക ഉപദേശമായിട്ടല്ലേ നമ്മൾ ഇത് കാണുന്നത്. जिसके पास कान है वो प्रभु यीशु मसीह को सुने करके ही तो हम लोग उपदेश सुनते हैं। ഇന്ന് പകൽ വ്യത്യസ്ത ആവശ്യങ്ങളുള്ളവർക്ക് യേശുവിന്റെ അടുക്കൽ വരുവാൻ താൻ ദാവീദിന്റെ താക്കോലുള്ളവനാണ്. आज हम में से हर एक व्यक्ति की जो खुद की व्यक्तिगत जरूरतें हैं वो सब यीशु मसीह के पास आए, क्योंकि उसके पास दाऊद की चाबियां हैं। സാധാരണഗതിയിൽ നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ വിദ്യ അറിയാവുന്ന ഒരാൾ പറഞ്ഞു തരുവാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ പോകും. अगर साधारण रूप में अगर देखें तो अगर हम में से किसी को भी विद्या या की जरूरत होती है तो हम लोग उस व्यक्ति के पास जाते हैं जिसके पास ഒരു विद्या നല്ല संपूर्ण കോളേജോ है। യൂണിവേഴ്സിറ്റിയോ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ അന്വേഷിച്ചു എന്ന് വരാം. अगर ऐसे एक व्यक्ति एक ऐसे यूनिवर्सिटी या कॉलेज की जब हम खोज करते हैं जहां पर हम लोग को अच्छे रूप में पढ़ाई मिले। നേരെ മറിച്ച് എനിക്ക് സാമ്പത്തികമായ ആവശ്യമാണ് ഉള്ളതെങ്കിൽ ഞാൻ ഒരിക്കലും കോളേജിൽ അപ്രോച്ച് ചെയ്യുകയില്ല, എന്നെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്ന ഒരു ബാങ്കറുടെ അടുക്കൽ പോയി എന്ന് വരാം. अगर दूसरे एक स्थिति में अगर देखें तो अगर मान लीजिए हमें पैसों की जरूरत है तो हम लोग किसी कॉलेज या यूनिवर्सिटी में नहीं जाएंगे बल्कि उसके पास जाएंगे जो एक बैंक में काम करता हो। എനിക്കൊരു രോഗം വന്നാൽ ഞാൻ കാണാൻ പോകുന്നത് ഒരു ഡോക്ടറെ ആയിരിക്കും. अगर मुझे कोई रोग आए तो मैं एक डॉक्टर की तरफ ही मुड़ के देखूंगा.
എനിക്കൊരു കേസ് ഉണ്ടായാൽ വക്കീലിനെ കാണും. अगर मेरे में कोई कोर्ट केस है तो मैं एक वकील को देखूंगा. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത വ്യക്തികളെയാണ് നാം കാണാറുള്ളത്. अलग अलग विभिन्न परिस्थितियों में हम देखते हैं कि हम अलग अलग लोगों के पास जाते പക്ഷെ हैं. വെളിപ്പാട് 3:7 പറഞ്ഞു, ഒരുവനെ ഞാൻ പരിചയപ്പെടുത്തട്ടെ, അതാണ് നസ്രയനാകുന്ന യേശു. ദാവീദിന്റെ താക്കോൽ തന്റെ കയ്യിലാണ്, ഏതാവശ്യത്തിനും തന്റെ അടുക്കൽ വരാം. हम पर प्रकाशित वाक्य 3 अध्याय में देखते हैं कि मैं आपको एक व्यक्ति के पास परिचय करवाना चाहता हूं कि यीशु मसीह जिसके पास हर एक चीज के अधिकार है और हर एक चीज की चाबियां हैं. ദാവീദിന്റെ താക്കോലുള്ളവൻ, दाऊद की कुंजी रखने वाला. കുടുംബ സമാധാനം നഷ്ടമാകുമ്പോൾ ദാവീദിന്റെ താക്കോലുള്ളവന്റെ അടുക്കൽ വരാം. സമാധാനത്തിന്റെ താക്കോൽ തന്റെ കയ്യിലാണ്. अगर हमारे परिवार में अगर हम समाधान को खो बैठे हैं तो आइए हम लोग यीशु मसीह के पास चले जो दाऊद की कुंजी रखता है. ആരോഗ്യത്തിന് കുറവുള്ളപ്പോൾ യേശുവിന്റെ അടുക്കൽ വരുവാൻ താനാണ് സാക്ഷാൽ ജീവനായവൻ, ആരോഗ്യത്തിന്റെ ദായകൻ. अगर स्वास्थ्य में हमारी कोई कमियां हो तो मैं कहना चाहता हूं कि यीशु मसीह के पास आए जो खुद ही स्वास्थ्य का जो चिन्ह है. കഴിഞ്ഞ കൊറോണ കാലം മുഴുവനും നമ്മെ ജയത്തിന്റെ ഉത്സവത്തോടെ പരിപാലിച്ച ആരോഗ്യം തരുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. कोरोना महामारी के समय काल को जब हम देखते हैं जो बीत गया है उसके सामने हम देखते हैं कि यीशु मसीह ने हमें जयवन चलाया है. സന്തോഷത്തിന് കുറവുള്ളവർ സന്തോഷം തരുന്നവനായി യേശുവിന്റെ അടുക്കൽ വരാം. जिन में जो समाधान या खुशी की कमी है वो सब खुशी की संपूर्णता में यीशु को पा सकते हैं. ലോകത്തിന്റെ വിദൂഷകന്മാർ നമ്മെ സന്തോഷിപ്പിച്ച് ചിരിപ്പിച്ചയക്കുമെങ്കിലും ഹൃദയത്തിൽ സന്തോഷം തരുവാൻ അവർക്ക് കഴിയുകയില്ല. इस लोक में हम देखते हैं कई सारे लोग ऐसे जोक बोल के या ऐसे समान जब खुशी हमें जब फैलाने की कोशिश करते हैं तो पर हम यीशु मसीह के पास आए जो संपूर्ण है. ദാവീദിന്റെ താക്കോൽ സകലതും ഉള്ളതാണ്. दाऊद की पूरी कुंजी पूरी तरह से यीशु मसीह के हाथ में है. ആത്മീകവും ഭൗതികവും ശാരീരികവും സകലതും തൃക്കരങ്ങളിൽ അത്രേ. आत्मिक रूप में हो या आर्थिक रूप में हो या शारीरिक रूप में हो सब कुछ यीशु मसीह के हाथ में है. ദാവീദിന്റെ താക്കോലിന്റെ പ്രത്യേകത, दाऊद की कुंजी की जो प्रत्येक जो रूप है, ആരെ താക്കോൽ എടുത്ത് തുറക്കുവാനും അടയ്ക്കുവാനും ശ്രമിച്ചാലും അവർക്ക് തുറക്കാനും അടയ്ക്കാനും കഴിയും. हर कोई जो उस कुंजी को इस्तेमाल करता है वो कुछ भी खोल सकता है. പക്ഷേ യേശു പറഞ്ഞു, എനിക്കൊരു പ്രത്യേകതയുണ്ട്. पर यीशु मसीह बोलते हैं कि मुझ में एक खूबी है. ഒരിക്കലും താക്കോൽ കൊണ്ട് ഞാൻ പൂട്ടിയാൽ രണ്ടാമതൊരുത്തൻ തുറക്കത്തില്ല. अगर मैंने उस चाबी से एक बार मैंने बंद कर दिया तो कोई उसको खोल नहीं सकता. ഒരിക്കൽ ഞാൻ തുറന്നാൽ തുറന്നതാ വേറൊരുത്തൻ അടയ്ക്കാനൊക്കത്തില്ല. और अगर मैंने एक बार खोल दिया तो उसको वो खुल गया है और अब उसको कोई बंद नहीं कर ആരും सकता. അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനും അരുളി ചെയ്യുകയാണ്. और ऐसा बोलते हैं कि जो बंद करता हूं उसको कोई खोल नहीं सकता और जो मैं खोलता हूं उसको बंद नहीं कर सकता. वही है वो व्यक्ति. 8ാമത്തെ വാക്യം പറഞ്ഞു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. 8वें आयत में हम देखते हैं कि देखो मैंने तुम्हारे लिए एक द्वार खोल के रखा है. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, तुम में बस अल्प ही शक्ति है. നിനക്ക് ബലം തീരെയില്ല. तुम्हें बिल्कुल बल नहीं है. तुम में ചാവാറായി ശേഷിപ്പാണ് 5ാം സഭയിൽ നിന്ന് മിച്ചം വന്നത്. पांचवें हम कलीसिया में जब देखते हैं तो तुम में बस मृत्यु की तरफ तुम बढ़ रहे हो. നിനക്ക് ബലം തീരെയില്ല, तुम में बिल्कुल बल नहीं है. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. तुम में सिर्फ और सिर्फ थोड़ी ही शक्ति रहती है. നിന്റെ ബലഹീനതയും കഴിവുകേടുകളും കണ്ടുകൊണ്ട് ഞാൻ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. तुम्हारी बलहीनता और तुम्हारे कमियों को मैं देख के तुम्हारे लिए एक द्वार खोलता हूँ. അത് ആർക്കും അടച്ചുകൂടാ. वो कोई भी बंद नहीं कर ആ सकता. വാതിലിലൂടെ ചിലരെ ഞാൻ അകത്തു വരുത്തും. उस द्वार के द्वारा मैं कई सारे लोगों को अंदर लेके आऊंगा. അങ്ങനെയാണെങ്കിൽ ദൈവം തുറന്ന വാതിലിലൂടെ ദൈവം പറയുന്നവർക്ക് മാത്രമേ കയറുവാൻ കഴിയുകയുള്ളൂ. और अगर ऐसी बात है तो हम समझ सकते हैं कि अगर प्रभु ने अगर वो द्वार खोला है तो प्रभु के द्वारा नियमित लोग ही उसके अंदर जा सकते ഞാൻ हैं. എവിടെയെങ്കിലും ഒരു വാതിൽ തുറന്നാൽ വരുന്നവർക്കെല്ലാം ആ വാതിലിലൂടെ അകത്ത് കയറുവാൻ കഴിയും. अगर प्रभु ने अगर एक द्वार खोला है तो आने वाले हर एक जगह से जो भी व्यक्ति उस तरफ आता है उस द्वार के द्वारा प्रवेश कर सकता है. യേശു തുറന്നാൽ അനുവദിക്കപ്പെട്ടവന് മാത്രമേ അകത്ത് കയറുവാൻ ഒക്കത്തുള്ളൂ. अगर यीशु मसीह खोलते हैं तो देख सकते हैं कि हर एक व्यक्ति जिसको प्रभु ने अनुमति दी है वो उसके द्वारा प्रवेश कर യേശു सकता പറഞ്ഞു, ഞാൻ है. ആ വാതിൽ നിനക്ക് വേണ്ടി തുറന്നു വെക്കുകയാണ്. प्रभु यीशु मसीह बोलते हैं कि मैंने तुम्हारे लिए वो द्वार खोला है. സഭയ്ക്ക് വേണ്ടി ദൈവം വാതിൽ തുറന്നു വെക്കട്ടെ. सभा के लिए प्रभु यीशु मसीह उस द्वार को खोले रखे. ആരെയാണ് ആ വാതിലിലൂടെ ഞാൻ അകത്ത് കൊണ്ടുവരുന്നത്? किस को मैं उस द्वार के द्वारा अंदर प्रवेश करवाऊं? ഭയം തോന്നുന്ന ഒരു പദമാണ് സാത്താന്റെ പള്ളിക്കാരെ ഞാൻ അകത്ത് കൊണ്ടുവരും. अगर हम देखें तो एक बहुत डरावना चीज है वो ये है कि शैतान के सभा वालों को मैं अंदर ले आऊं. രണ്ടാമത്തെ സഭാ കാലഘട്ടത്തിൽ സാത്താന്റെ പള്ളിക്കാർ അകത്ത് കയറി. दूसरे समय काल में हम देखते हैं कि शैतान के कई सारे सभा वाले अंदर घुस बैठे. അവർ ദൂഷണം പറഞ്ഞുകൊണ്ടാണ് അകത്ത് വന്നത്. वो लोग कई सारे निंदा वाक्य बोल के अंदर आए थे. അത് അവർക്ക് വേണ്ടി ദൈവം തുറന്ന വാതിലല്ല, പകരം സഭയുടെ ഓർമ്മക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ സഭയുടെ അധികാരം ഉപയോഗത്തിന്റെ പരിമിതി കൊണ്ട് അകത്ത് കയറിപ്പോയതാ. वो उनके लिए प्रभु यीशु मसीह ने वो द्वार नहीं खोला था पर सभा के अंदर
अंदर कई सारे लोगों ने जब उनकी याददाश्त कम हो गई प्रभु यीशु मसीह के बारे में, तब उनके द्वारा खुले गए कई सारे द्वार थे। സഭാ നേതൃത്വത്തിന്റെ ക്രമക്കേട് കൊണ്ട് അരുതാത്തവർ അകത്ത് വന്നുപോയതാ। सभा की जो नेतृत्व है या अगुए लोग हैं, उनकी कमियों के द्वारा ये ऐसे लोग, कुछ लोग हैं जो सभा के अंदर प्रवेश അവർ വന്ന് करे। ദൂഷണമാണ് പറഞ്ഞത്। वो लोग अंदर आके कई सारे निंदा वाक्यों को അവർ बोले। കൂടെ കൊണ്ടുവന്നത് സാത്താനെയാ। वो अपने साथ शैतान को स्वयं लेके आ बैठे। എന്നാൽ ഞാൻ ഇവരെ കൊണ്ടുവരുന്നത് സാത്താന്റെ പള്ളിയിൽ നിന്നാണെങ്കിലും സാത്താൻ അവരുടെ കൂടെ കാണത്തില്ല। पर प्रभु यीशु मसीह बोलते हैं इनमें से कई सारे होंगे जो शैतान के सभा से आए होंगे, पर शैतान उनके साथ नहीं होगा। അഥവാ രക്ഷിക്കപ്പെടുന്നവരെയാണ് ഞാൻ അകത്ത് കൊണ്ടുവരുന്നത്। उसके अगर उसको दूसरे रूप में देखे तो ऐसा बोलते हैं कि उद्धार पाए हुए लोगों को मैं लेके आऊंगा। രക്ഷിക്കപ്പെട്ടവരെ ഞാൻ അകത്ത് കൊണ്ടുവരും। उद्धार पाए हुए कई सारे लोगों को मैं അവർ अंदर നിന്റെ लाऊंगा। അടുക്കൽ വന്ന് നിന്നെ ബഹുമാനിക്കുന്നത് കാണാം। उसके वो लोग सब लोग अंदर आके तुम्हारी आदर करेंगे, हम देखते हैं। ഹൃദയം നിറഞ്ഞ ബഹുമാനത്തോടും ആദരവുകളോടും കൂടെ അകത്തു വരാൻ പോകുന്ന ഒരു കൂട്ടം അവിശ്വാസികളെ കുറിച്ച് തിരുവചനം ഇവിടെ പറയുന്നു, ഞാൻ അവരെ അകത്തു കൊണ്ടുവരും। पूरे दिल से कलीसिया के अंदर प्रवेश करके मान सम्मान और आदर देके हमारे कलीसिया में आएंगे, वैसे एक समूह को प्रभु यीशु मसीह यहाँ पर दर्शाते हैं। ദൈവം കൊണ്ടുവരുന്ന ദൈവത്തിന്റെ തുറന്ന വാതിലുകൾക്കായി കർത്താവിനെ വാഴ്ത്തുന്നു। प्रभु खोलने वाले कई सारे दरवाजों के लिए हम लोग प्रभु की आराधना ആറാം करते സഭ हैं। ഫിലദൽഫിയയിലെ സഭ പ്രതീക്ഷിക്കുന്നത് ഒരു കൂട്ടം സാത്താന്റെ പള്ളിക്കാർ മാനസാന്തരപ്പെട്ട് അകത്തു വരുന്നതാ। हम लोग छठे कलीसिया यानी कि फिलाडेल्फिया सभा के बारे में हम जब पढ़ते हैं तो हम समझते हैं कि शैतान के कलीसिया से सभाओं से मन फिराव करके आए हुए कई सारे लोगों के बारे ക്രിസ്തീയ में है। ചരിത്രത്തിൽ മാർട്ടിൻ ലൂതറിന്റെ കാലത്താണ് ഇപ്രകാരം ഒരു സംഭവം ഉണ്ടായത്। अगर हम लोग मसीह कलीसिया के बारे में पढ़े तो मार्टिन लूथर के समय में हम लोग देखते हैं ऐसा हुआ था। കർമാചാരങ്ങളിൽ മാത്രം ജീവിതം ഹോമിച്ചിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ മാനസാന്തരപ്പെട്ട് സഭയുടെ അകത്തേക്ക് കയറി। कर्मों के अनुसार चलने वाले कई सारे लोग जब उस समय काल में जी रहे थे तो हम देखते हैं कि वो यीशु मसीह में निर्भर होके कलीसिया के अंदर प्रवेश किए। ഉണർവിന്റെ വാതിലുകൾ തുറന്നിടുന്ന അനേക സന്ദർഭങ്ങൾ സഭകൾക്കുണ്ടായിട്ടുണ്ട്। एक बड़ी बेदारी के जो द्वार को खोला हुआ हम लोग देखते हैं कई सारे ऐसे संदर्भ शुरू हुए थे। ബേഥേലിനോട് ചേർന്ന് ആരാധിക്കുന്ന ദൈവ പൈതലേ, ദൈവത്തെ സ്തുതിക്കുന്ന ദൈവ പൈതലേ, അതുപോലൊരു കാലഘട്ടം നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് വീണ്ടും പ്രതീക്ഷിക്കാം। बेथेल में हमारे साथ आराधना करने वाले हर एक प्रभु के बच्चों को मैं बोलना चाहता हूं कि हम लोग उस समय काल को फिर से प्रतीक्षा करें। കാരണം ഈ ലേഖനം കേവലം ഫിലദൽഫിയ സഭയ്ക്ക് മാത്രമല്ല, എല്ലാ സഭകളിലുമുള്ള കേൾപ്പാൻ ചെവിയുള്ള എല്ലാവർക്കും വേണ്ടിയത്രേ പരിശുദ്ധാത്മാവ് വാരി വിതറുന്നത്। हम लोग देखते हैं कि क्योंकि ये सारे लेखक जो है वो सिर्फ उस समय के लोगों के लिए नहीं था, पर आज भी हर एक व्यक्ति जिसके पास कान है और जो सुन सकता है उनके लिए पवित्र आत्मा के द्वारा दिए गए वचन है। യേശുവിന് പറയാനുള്ളത് ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു प्रभु വെച്ചിരിക്കുന്നു। यीशु मसीह कहते हैं कि ये रहा, मैंने तुम्हारे लिए एक द्वार खोला है। സാത്താന്റെ പള്ളിക്കാരെ ഞാൻ അകത്ത് കൊണ്ടുവരും। शैतान के कई सारे सभा वालों को मैं इधर लाऊंगा, അവർ നിന്റെ കാൽക്കൽ വന്ന് വീഴും। वो तुम्हारे पैरों पे आ गिरेंगे। ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയുവാൻ സംഗതി വരുത്തും। मैं तुम्हें प्रेम किया हूं करके मैं तो उनके सामने दर्शाऊंगा। എന്നാൽ നിന്നെ കുറിച്ച് എനിക്കൊരു വലിയ കാര്യം പറയുവാനുണ്ട്। पर मैं तुम्हारे बारे में एक बड़ी बात कहना चाहता हूं। നിന്നെ കുറിച്ച് ഏറ്റവും വലിയ നന്മ പറയുവാനുള്ളത് അതാണ്। तुम्हारे बारे में कहने के लिए सबसे बड़ा गुण जो है वो ये है, നീ എന്റെ വചനം കാത്തു, तुमने मेरे वचन को धीरज से എന്റെ थामा, നാമം നിഷേധിച്ചിട്ടില്ല। मेरे नाम को तुमने त्यागा नहीं, നീ എന്റെ വചനം കാത്തു, तुमने मेरे वचन को थामा। ദൈവ വചനം കാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു। प्रभु के वचन को थामने रहने वालों के लिए मैं प्रभु का आराधना करता हूं। ലോകത്തിൽ വലിയവരും ചെറിയവരും കഴിവുള്ളവരും കഴിവ് കുറഞ്ഞവരും ദൈവവചനത്തെ നിസ്സാരമായി എടുക്കുമ്പോൾ, जब दुनिया के कई सारे बड़े लोग, छोटे लोग, जब ऐसे विभिन्न प्रकार के लोग जब प्रभु यीशु मसीह के वचन को जब त्याग देते हैं, വിശ്വാസത്തിന്റെ കാവൽക്കാരെന്ന് പറഞ്ഞ് ദൈവം ഉയർത്തി നിർത്തിയ വലിയ രാജാക്കന്മാർ ഉൾപ്പെടെ വിശ്വാസത്തിൽ നിന്ന് വീണ് തകർന്നപ്പോൾ, जब विश्वास के कई सारे महान लोगों को हम देखते हैं कि वो अपने विश्वास को त्याग के गिर गए हो, വിശ്വാസത്തിന്റെ സൂക്ഷിപ്പുകാരെന്ന് അറിഞ്ഞിരുന്ന വലിയ അപ്പോസ്തലന്മാർ തകർന്നുപോയ മണ്ണിൽ, जब विश्वास के कई सारे जो रक्षक है, जो संभालने वाले कई सारे प्रेरित लोग जब वो गिर गए, തീരെ ബലമില്ലാത്ത സഭേ, जब बिल्कुल बलहीन जो एक कलीसिया है, ഹേ ചാവാറായ ശേഷിപ്പേ, हे मरने वाले कई सारे विशेषताएं, നിർജീവമായ സാഹചര്യത്തിൽ ഞാൻ നിന്നെ ഒന്ന് ബലപ്പെടുത്തി നിന്റെ അടുക്കൽ ആളുകളെ കൊണ്ട് തരികയാണ്। मुर्दे हुए उस स्थान से तुम्हें मैंने जीवन दे के तुम्हें कई सारे लोगों के सामने खड़ा किया, കാരണം നിനക്കുണ്ടായിരുന്ന പ്രത്യേകത നീ എന്റെ വചനം കാത്തു। क्योंकि तुम्हारे अंदर जो खूबी थी वो ये थी कि तुमने मेरे वचन को थामे നീ रखा, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല। तुमने मेरे नाम को त्यागा नहीं। കർത്താവിന്റെ തിരുനാമം നിഷേധിക്കാത്തവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു। प्रभु यीशु मसीह के महान नाम को त्यागे
बिना जो रहते हैं उनके लिए मैं प्रभु का धन्यवाद യേശു करता हूँ। മണ്ണിൽ ജീവനോടെ നടന്ന് ശുശ്രൂഷിച്ച കാലത്തൊരിക്കൽ ഇങ്ങനെ പറഞ്ഞു, प्रभु यीशु मसीह जब इस दुनिया में रहते थे और जब इस जमीन पे जब अपना सेवकाई कर रहे थे, വ്യഭിചാരവും കോട്ടവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ നാമത്തെയും കുറിച്ച് ലജ്ജിച്ചാൽ അവനെ കുറിച്ച് ഞാനും ലജ്ജിക്കും. तो मैं याद करता हूँ प्रभु यीशु मसीह ने ऐसे कहा कि जो भी इस व्यभिचार और दुष्टता से भरे हुए पीढ़ी में जो मेरे नाम को रखे उसको मैं धन्यवाद, उनका मैं आनंद करता हूँ। എന്റെ സ്നേഹിതർക്കും കൂടെ ഇഷ്ടമുള്ളത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. मेरे 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 दोस्तों को जो जो पसंद है मैं वो बोलता हूँ. എന്റെ സ്നേഹിതർക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ അവരോട് പറയുകയില്ല. എന്റെ സാക്ഷ്യം അവരുടെ മുമ്പിൽ പൊതിഞ്ഞു കിട്ടും. अगर मेरे दोस्तों के सामने मुझे जो उनको पसंद नहीं है मैं उनसे कभी बोलूंगा नहीं. मैं अपने गवाही को मैं संभाले रखूंगा. അവരെ കുറിച്ചാണ് യേശു പറയുന്നത്, എന്നെ കുറിച്ച് ലജ്ജിക്കുന്നവർ. वो उस वैसे लोगों के बारे में ही प्रभु यीशु मसीह बोलते हैं कि मेरे लिए वो मेरे नाम के लिए वो लज्जा करते हैं. ആരെങ്കിലും എന്നെയും എന്റെ നാമത്തെയും കുറിച്ച് ലജ്ജിച്ചാൽ, अगर कोई भी व्यक्ति मेरे नाम से लज्जा अपने जिंदगी में सोचता है, അവരെ കുറിച്ച് ഞാനും ലജ്ജിക്കും. अगर ऐसा कोई व्यक्ति जो शर्माता है उनके बारे में मैं भी शर्माऊंगा. യേശുവിന്റെ വചനം മുറുകെ പിടിക്കുന്നവരാകാം. हम लोग यीशु मसीह के वचन को धीरज से थामे रखें. യേശുവിന്റെ നാമത്തെ നിഷേധിച്ചുകൂടാ. हम लोग अपने यीशु मसीह के नाम को कभी भी त्यागे ना. യേശുവിന്റെ നാമം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഒരു പദം ചേർത്തേ മതിയാകൂ. यीशु मसीह के नाम के बारे में जब हम पढ़ते हैं तो मैं एक और पद यहाँ पर आपके सामने रखना चाहता യേശു हूँ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:19 ഒരു കാര്യം പറഞ്ഞു. प्रभु यीशु मसीह मत्ती रचित सुसमाचार उसके 28वें अध्याय और उसके 19वें आयत में ऐसे कहते हैं, നിങ്ങൾ ലോകത്തിലൊക്കെയും സുവിശേഷം പ്രസംഗിക്കണം. तुम जाओ और पूरे दुनिया में सुसमाचार को सुनाओ. വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. जो जो विश्वास करते हैं उनको पिता पुत्र और पवित्र आत्मा के नाम से उनको बपतिस्मा दीजिएगा. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമമാണ് യേശുവിന്റെ നാമം. पिता पुत्र और पवित्र आत्मा का नाम है यीशु मसीह का नाम. അതിന്റെ അർത്ഥം യേശു എന്ന ഒറ്റ നാമം പറഞ്ഞാൽ തീരുമെന്നല്ല. ആയിരുന്നെങ്കിൽ യേശു മണ്ടത്തരം പറയത്തില്ലായിരുന്നു. अगर ऐसा है कि यीशु मसीह का नाम अकेला बोल के खत्म हो जाता तो अगर प्रभु यीशु मसीह ने ऐसा एक मूर्ख बात नहीं बोली. യേശു പറഞ്ഞു, നിങ്ങൾ സ്നാനപ്പെടുത്തുമ്പോൾ വ്യക്തമാക്കണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. हम लोग देखते हैं प्रभु यीशु मसीह स्पष्ट रूप में बोलते हैं कि पिता पुत्र और पवित्र आत्मा के नाम से बपतिस्मा നീ दीजिए. എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. तुमने मेरे नाम को त्यागा नहीं. യേശുവിന്റെ നാമത്തെ നിഷേധിക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. यीशु मसीह के नाम को त्यागते हुए कई सारे लोगों को मैंने देखा है. യേശുവിന്റെ കൽപ്പനകളെ നിഷേധിക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. यीशु मसीह के कई सारे आदेशों और नियमों को कई सारे लोग त्याग चुके मैंने देखा है. ആറാമത്തെ സഭ അങ്ങയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകത, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല, എന്റെ വചനം നീ കാത്തുകൊണ്ടു. हम लोग देखते हैं ये छठी कलीसिया के बारे में प्रभु यीशु मसीह को कहने वाला सबसे बड़ा गुण अगर है तो वो ये है कि तुमने मेरे नाम को त्यागा नहीं, तुमने मेरे वचनों को थामे रखा. മാത്രമല്ല നീ സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം കാത്തു. उसके बाद हम वो भी नहीं, उसके साथ साथ ये भी देखते हैं कि धीरज के साथ उन्होंने वचन को थामे रखा. ഞാനും നിന്നെ സൂക്ഷിച്ചിരിക്കും. और प्रभु यीशु मसीह बोलते हैं कि मैं भी तुम्हें संभाले रखूंगा. വരുവാനുള്ള ഒരു മഹാ ഉപദ്രവ കാലത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. हम लोग देखते हैं आने वाले एक महान पीड़ा के समय को वो दर्शाता है. ഭൂലോകത്തിലൊക്കെയും വരുവാനുള്ള വലിയ പരീക്ഷാകാലം. इस पूरे दुनिया में आने वाले एक बड़े परीक्षा के उस समय काल को दर्शाता है. തിരുവചനം അതിനെ ഭീകരമായ വാക്കുകളിലാണ് ഉദ്ധരിക്കുന്നത്. हम लोग देखते हैं जो वचन जो है वो क्या बहुत गंभीर रूप में उनको उसको दर्शाता അതിനെ है. ദാവീദിന്റെ അതിനെ യാക്കോബിന്റെ കഷ്ടകാലം എന്ന് വിളിച്ചിട്ടുണ്ട്. उस समय हम देखते हैं कि उसको प्रभु यीशु मसीह बोलते हैं याकूब की वो बुरी अवस्था को वो വലിയ कहते हैं. കഷ്ടകാലം എന്ന് വിളിച്ചിട്ടുണ്ട്. एक बहुत बड़े कष्ट और क्लेश के समय को ഭൂമി दर्शाते ഉണ്ടായ हैं. ശേഷം ഒരിക്കലും ഉണ്ടാകാത്ത ഏറ്റവും വലിയ കഷ്ടകാലം എന്ന് വിളിക്കുന്നുണ്ട്. ये दुनिया के रचने के बाद आज तक ना हुए हुए एक ऐसे क्लेश के समय को वहां कहते हैं. വലിയൊരു പരീക്ഷാകാലം വരാൻ പോകുകയാണ്. एक बहुत बड़ा परीक्षा का एक समय काल आ रहा है. ദൈവസഭ അതിനകത്ത് അകപ്പെടാതെ ഇവിടുന്ന് മാറ്റപ്പെടുവാൻ താല്പര്യത്തോടെ കാത്തിരിക്കുകയാണ്. ये प्रभु की कलीसिया उस समय में गुजरे बिना उस समय से बचने के लिए जैसे तैसे करके प्रभु यीशु मसीह के पास जाने के लिए तैयार ഇവിടെയാണ് है. യേശുവിന്റെ ശ്രേഷ്ഠമായ വാഗ്ദത്തം. इधर ही हम देखते हैं प्रभु का सबसे महान और सबसे श्रेष्ठ एक वाचा है. ഭൂമിയിലൊക്കെയും സംഭവിപ്പാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ പരിപാലിക്കും. हम लोग देखते हैं पूरे संसार में आने वाले उस परीक्षा के समय में मैं तुम्हें संभालूंगा. ഓക്കെ, മൂന്നാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ तीसरे अध्याय के 9वें आयत में അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കും. वो तुम्हारे पैरों पे आके दंडवत करेंगे. എന്താണ് ഈ നിന്റെ കാൽക്കൽ നമസ്കരിക്കുമെന്ന് പറയുന്നത്?
क्या है हम लोग देखते हैं कि ये पैर पे आके दंडवत करना, നിന്നിൽ എൻ്റെ സാന്നിധ്യം കാണും എന്നൊരർത്ഥമുണ്ട്. इसका अर्थ ये है कि तुम्हारे अंदर मेरी उपस्थिति ഒരു होगी। മനുഷ്യനെ വേറൊരു വ്യക്തി ആരാധിക്കുമെന്നല്ല, एक मनुष्य को दूसरा एक मनुष्य आके उसकी आराधना करेगा, वो नहीं है। സഭയുടെ ദൂതനോടും കേൾക്കുവാൻ മനസ്സുള്ള എല്ലാവരോടും അഥവാ ആറാം സഭയോട് പറയുന്ന പദമാണ് ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അറിയുവാൻ സംഗതി വരുത്തും. प्रभु के उस छठे कलीसिया के दूत और उसके साथ साथ सुनने वाले हर एक व्यक्ति के लिए प्रभु का प्रेम जो है उसके बारे में दर्शाने के लिए ये वचन അവർ दिया നിന്റെ गया है। അടുക്കൽ വന്ന് അടിയറ പറയും. वो तुम्हारे पास आके वो तुम्हारे सामने दंडवत करेंगे। ഞാൻ പഠിച്ചു വെച്ച ആശയങ്ങൾ ഇവിടെയും സ്ഥാപിക്കേണ്ടതിന് ഇങ്ങോട്ട് വന്നല്ല, പകരം ദൈവം നിങ്ങളോടുകൂടെ ഉള്ളതിനാൽ ഞാനിതാ കീഴടങ്ങി ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നുവെന്ന് പറഞ്ഞ് മുന്നോട്ട് വരും. कई सारे लोग वहां पर आके ये नहीं बोलेंगे कि मैंने तुम्हारे प्रभु को जाना इसलिए मैं कर रहा हूं, नहीं, पर क्योंकि तुम्हारे अंदर वो प्रभु की उपस्थिति है इसलिए मैं तुम्हारे सामने आके गिर रहा ഈ हूं। സഭയ്ക്ക് ചില വാർണിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. इस सभा को कई सारे ऐसे चेतावनी देते हुए हम देखते हैं। ഒന്ന്, നിന്റെ കിരീടം വേറെ ആരും എടുക്കാതെ സൂക്ഷിക്കുക. पहला हम ये देखते हैं कि तेरा मुकुट कोई और ना छीन ले। വേറൊന്ന്, നിനക്കുള്ളത് മുറുകെ പിടിക്കുക. और दूसरा हम ये देखते हैं कि तुम्हारे पास जो है तुम उसको दृढ़ रूप में पकड़े रखो। നീ എന്റെ വചനം കാത്തു, तुमने मेरे वचन को थामे रखा, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല, मेरे नाम को त्यागा नहीं, ഇനിയും നിനക്കുള്ളത് മുറുകെ പിടിക്കുക. और जो तुम्हारे पास रहता है उसको तुम दृढ़ रूप में पकड़े रखो। നിന്റെ കിരീടം വേറൊരുവൻ എടുക്കരുത്. तुम्हारे मुकुट को कोई और ना छीन ले। നിന്റെ കിരീടം വേറൊരുവൻ എടുക്കരുത് എന്ന വാക്കിന്റെ മുമ്പിൽ ഞാൻ ഒരു കാര്യം ഓർക്കുന്നു. तुम जो मुकुट जो है छीनने के बारे में जब ऐसे बोलते हैं तो मैं एक चीज याद रखता हूँ। റഷ്യയിലെ റുമേനിയയിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. रशिया और रोमेनिया में एक संभव हुआ था, उसके बारे में मैंने सुना है। ഞാൻ റഷ്യയിൽ പോയിട്ടില്ല, റുമേനിയയിൽ പോയിട്ടില്ല. मैं रशिया में गया नहीं, मैं रोमेनिया में भी गया नहीं ഈ हूँ। സംഭവങ്ങൾക്കൊന്നും ഞാൻ ദൃക്സാക്ഷിയല്ല. कई ये जो चीजें हुए थी उसके लिए मैं गवाह नहीं हूँ। വിശ്വസനീയരായ വ്യക്തികൾ പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് ഞാനും അത് കാര്യങ്ങൾ ആവർത്തിക്കുന്നുവെന്ന് മാത്രം. विश्वास योग्य कई सारे लोग थे, उन लोगों ने मेरे को बताया, इसलिए मैं उनमें विश्वास रख के मैं आगे बताना चाहता हूँ। കർത്താവ് യേശുവിനെ രക്ഷിതാവായി അംഗീകരിച്ച കാരണത്താൽ ഒരു 40 ഭക്തന്മാരെ തണുപ്പിച്ചു കൊല്ലുവാൻ ഒരിക്കൽ റുമേനിയൻ ഗവൺമെന്റ് തീരുമാനിച്ചു. प्रभु को अपना उद्धारकर्ता मान के 40 लोगों ने प्रभु यीशु मसीह को माना और उनको जेल में डाला गया। അങ്ങനെയുള്ള അനേക സംഭവങ്ങളുണ്ട്. ऐसे कई सारे ऐसे संभव है। ഈ 40 വ്യക്തികളെ ഒരു ദിവസം കൊല്ലേണ്ട ദിവസം വന്നു. और इन 40 व्यक्ति लोगों को हम देखते हैं कि एक दिन मारने का वो दिन आया। അവർക്ക് കൊടുത്തിരുന്ന ശിക്ഷ അല്ലെങ്കിൽ അവരുടെ മരണത്തിന്റെ വ്യവസ്ഥ അല്പം വ്യത്യസ്തമായിരുന്നു. उनको दिया गया जो शिक्षा जो थी, वो जो पीड़ा थी वो थोड़ी अलग थी। ജയിൽ മുറിയുടെ വെളിയിലുള്ള ഒരു മൈതാനത്തിന്റെ വട്ടത്തിൽ മതിൽ കെട്ടി അവരെ ആ മൈതാനത്ത് ഇറക്കി നിർത്തുക. हम लोग देखते हैं कि जेल के बाहर एक मैदान था और वहां पर उन लोगों ने दीवार खड़ी कर दी थी और वहां पर उनको वो शिक्षा दी जा रही थी। രാത്രിയിൽ വരുന്ന വലിയ ശൈത്യക്കാറ്റിൽ അവർ മരിച്ചു വീഴുക അല്ലാതെ നിവർത്തിയില്ല. हम लोग देखते हैं रात में आने वाले जो ठंडी जो हवा है उसके द्वारा वो मरने की अवस्था में उनको खड़ा किया അങ്ങനെ गया था। ആളുകളെ ഇറക്കി നിർത്തുവാൻ ഗ്രൗണ്ട് ക്രമീകരിച്ചു. और वैसे करने के लिए वो जमीन जो थी वहां पर तैयार की गई അതിനകത്തൊരു ചൂടുള്ള മുറി ഉണ്ടാക്കി ആ മുറിക്കകത്ത് 40 പേരെ നിർത്തി. और वहां पर एक रूम या बनाया गया जो बिल्कुल गर्म था और वहां पर 40 लोगों को खड़ा करवाया गया। ആവശ്യമുള്ള പട്ടാളക്കാരെയും നിയമിച്ചു. അതിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ ചുമതലയെടുത്തു. और जितने लोग जरूरत थे वहां पर सैनिक लोगों को भी वहां तैनात किया गया और उसके साथ ही साथ उनको देखने के लिए उनके ऊपर भी लोगों को खड़ा किया गया। അവർക്കൊരു അനൗൺസ്മെന്റ് കൊടുത്തു. और उधर वहां पर अनाउंसमेंट किया, നിങ്ങളെ തണുപ്പത്തേക്ക് ഇറക്കി നിർത്താൻ പോകുകയാണ്. तुम्हें यहाँ पर जो ठंड जो बाहर है उसकी तरफ तुम्हें खड़ा करने वाले हैं। നിങ്ങളുടെ സുഖത്തിന്റെ കാലത്താണ് നിങ്ങൾക്ക് ഒരു ദൈവം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ യേശുവിനെ സ്നേഹിച്ചത്. तुम्हें सुख के समय तुम्हें एक प्रभु की जरूरत थी, इसलिए तुमने प्रभु को अपने जीवन में स्वीकार किया। അങ്ങനെ ഒരു ദൈവം ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങളെ തണുപ്പിൽ നിന്ന് രക്ഷിക്കട്ടെ. और अगर ऐसा एक प्रभु ऐसा जिंदा है तो वो तुम्हारे इस ठंड से तुम्हें बचा ले। തണുപ്പ് നിങ്ങളുടെ അസ്ഥികളിലേക്ക് കയറുമ്പോൾ അങ്ങനെ ഒരു ദൈവമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. जब वो ठंड है तुम्हारे हड्डियों की तरफ जब बढ़ेगा तब तुम समझ जाओगे कि प्रभु नाम का कोई चीज नहीं ആ है। സാഹചര്യത്തിൽ ദൈവമെന്ന മിഥ്യാബോധത്തെ ഉപേക്ഷിച്ച ശേഷം അകത്തു വരുവാൻ താല്പര്യപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് തിരികെ മുറിക്കകത്ത് കയറാം. ഇവിടെ ചൂടുണ്ട്, ചൂടുള്ള ആഹാരവും തരാം. നിങ്ങളെ സ്വതന്ത്രരായി വിട്ടയക്കുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. और उस समय अगर तुम समझ जाते हो कि प्रभु ऐसा करके कोई चीज नहीं है और तुम वापस आने को तैयार हो प्रभु को निषेध करके, तो तुम उस समय तुम आ सकते हो। तुम्हें गर्म खाना, गर्म वस्तुएं सब दिए जाएंगी,
वो गवर्नमेंट खुद तुम्हें देगा। ഈ അനൗൺസ്മെന്റുകൾക്ക് ശേഷം 40 പേരെ വെളിയിലേക്ക് ഇറക്കി നിർത്തി. और इस अनाउंसमेंट के बाद वो 40 लोगों को बाहर उस ठंड में खड़ा कर दिया। അരമുക്കാൽ മണിക്കൂർ കൊണ്ട് തണുപ്പായി മാറി. അവർ തണുത്തു വിറച്ചു. आधे या पौन घंटे बाद हम देखते हैं कि ठंड बहुत ठंड हो गई और लोग वहां पर गिड़गिड़ाने लगे। ആ സമയത്താണ് ഒരു മനുഷ്യൻ ഇങ്ങനെ ഓർത്തത്, और उस समय उनमें से एक व्यक्ति ने ऐसे सोचा, ഈ തണുപ്പ് കൊണ്ട് ഞാൻ മരിച്ചിട്ട് എന്ത് കാര്യം? इस ठंड में मैं मर के क्या फायदा मेरा, ഞാൻ അകത്തു പോകുകയാണ്. मैं अंदर जा रहा हूं। ഒരു ദൈവമില്ല എന്ന് ഞാൻ സൽക്കാലം എന്റെ വാ കൊണ്ട് ഏറ്റുപറയും. हम एक ऐसा परमेश्वर नाम का कोई चीज नहीं है करके मैं कुछ समय के लिए तत्काल रूप में मैं बोल देता हूं। എങ്കിലും എന്റെ ഹൃദയത്തിൽ ഞാൻ യേശുവിനെ വിശ്വസിക്കും, തുടർന്ന് യേശുവിനെ ഹൃദയം കൊണ്ട് ആരാധിക്കും. फिर भी मैं यीशु मसीह को अपने दिल में जरूर विश्वास करूंगा और आगे भी मैं यीशु मसीह की आराधना करूंगा। ഇതൊന്നും ദൈവം ആഗ്രഹിക്കുന്ന, അർഹിക്കുന്ന, അംഗീകരിക്കുന്ന വിശ്വാസങ്ങളും തീരുമാനങ്ങളും അല്ല. ये जो चीज है वो ऐसा विश्वास नहीं है जो प्रभु यीशु मसीह अंगीकार करते हो। യേശുവിനെ ഏത് സാഹചര്യത്തിലും ഏറ്റുപറയണമെന്നുള്ളതാണ് യേശുവിന്റെ പ്രമാണം. प्रभु यीशु मसीह बोलते हैं कि कैसा भी संदर्भ हो तुम मेरे नाम को अपने जीवन में पुकारो। എന്തായാലും ഈ മനുഷ്യൻ തന്റെ ആ ചൂടുള്ള മുറിയിലേക്ക് കയറി വരികയാണ്. हम लोग देखते हैं कि वो एक मनुष्य जो था, वो जो व्यक्ति जो था, वो वापस गर्म वाले कमरे में वापस जाता है। പട്ടാളക്കാർ മുഴുവനും നോക്കി നിൽക്കുമ്പോൾ തേണ്ട ഒരുത്തൻ അകത്തേക്ക് വരുന്നു. അവന് പറയാനുള്ളത്, ഞാൻ ദൈവവിശ്വാസം വിട്ടിരിക്കുന്നു. जब सैनिक लोग देखते हैं तो सारे वो देखते हैं कि वो व्यक्ति वापस अंदर आ रहा है और बोलता है कि मैंने प्रभु में विश्वास छोड़ दिया है, त्याग दिया है। ആ സമയത്താണ് ഒരു പട്ടാള മേധാവി, അതിന്റെ ഒരു സീനിയർ ഓഫീസർ വെളിയിലേക്ക് എടുത്ത് ചാടുന്നു. और उस समय हम देखते हैं कि उस सैनिकों का जो मुख्य है वो वहां से भाग के बाहर की तरफ दौड़ता है। അദ്ദേഹം വാ കൊണ്ട് ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നു, ആ കിരീടം എനിക്ക് വേണം, ആ കിരീടം എനിക്ക് വേണം. वो जोर से अपने मुंह से ऐसे बोलता हुआ सुनाई देता है बाकी लोगों को कि मुझे वो मुकुट चाहिए, मुझे वो मुकुट चाहिए। നിനക്കുള്ളത് നിന്റെ കിരീടം മറ്റൊരുത്തൻ എടുക്കാതിരിക്കുവാൻ നിനക്കുള്ളത് മുറുകെ പിടിക്കുക എന്ന പദത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വിശദീകരണം പറയുന്നത്. यहाँ पर हम देखते हैं जैसे वचन में लिखा है कि तेरे मुकुट को कोई ना छीन ले और जो तेरे पास है तो उसे थामे रख। അവിടെ ഉണ്ടായിരുന്ന സീനിയർ കമാൻഡറും മറ്റു പട്ടാളക്കാരും ഈ മനുഷ്യനോട് ചോദിച്ചു, സർ എന്തിനാണ് നിങ്ങൾ ഈ കിരീടം വേണമെന്ന് പറഞ്ഞ് വെളിയിൽ പോകുന്നത്? बाकी जो कमांडर लोग थे वो इस मुख्य व्यक्ति से पूछते हैं कि सर आपने ऐसा क्यों पूछा, ऐसे क्यों बोला कि मुझे वो मुकुट चाहिए? അദ്ദേഹം പറഞ്ഞു, ചില മിനിറ്റുകളായി ഞാൻ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. वो कहते हैं कि मैं कई मिनटों से मैं देख रहा हूं कि कुछ हो रहा है यहाँ पर। 40 കിരീടങ്ങൾ സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി പതുക്കെ പതുക്കെ വരുന്നതായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 40 मुकुट को मैं देख रहा हूं कि वो स्वर्ग से जमीन की तरफ दौड़ते उड़ते हुए आ रहे हैं। അതിൽ ഒരു കിരീടം വഴിയിൽ നിന്നു, 39 കിരീടങ്ങൾ താഴേക്ക് പതുക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. उसमें से एक मुकुट जो था वो वहां रास्ते में ही रुक गया, पर बाकी जो 39 जो थे वो नीचे आ रहे हैं। मैं देख रहा हूं കിരീടം നിന്ന നിപ്പിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. मैं देख रहा हूं जो रुका हुआ मुकुट था वो एक ही जगह खड़े होके वो घूम रहा है। ആ കിരീടം തന്റെ മുകളിലേക്ക് ഉയരുന്നത് ഇപ്പോൾ എനിക്ക് കാണാം. मैं वो उस मुकुट को ऊपर की तरफ बढ़ते हुए मैं देख सकता हूँ। അത് കണ്ടുകൊണ്ടാണ് ഞാൻ ജനത്തിന്റെ ഇടയിലേക്ക് നോക്കിയത്. और उसी समय वो देख के मैंने उस जन की तरफ देखा। അപ്പോഴാണ് ഞാൻ കണ്ടത് ഒരുവൻ വിശ്വാസം ഉപേക്ഷിച്ച് അകത്തേക്ക് കയറി വരുന്നത്. और उस समय मैं देखता हूँ कि एक व्यक्ति अपने विश्वास को त्याग के वो अंदर की तरफ वापस आ रहा है। കിരീടം തിരിച്ചു പോകാൻ ഞാൻ സമ്മതിക്കയില്ല. അത് മനോഹരമാണ്, എനിക്ക് കിരീടം വേണം, ഞാൻ യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. वो व्यक्ति कहता है कि मुझे वो मुकुट जो भी हो चाहिए, उस मुकुट के लिए मैं कुछ भी करने को तैयार हूँ, अपने जान को तक देने को तैयार हूँ, इसलिए मुझे यीशु मसीह चाहिए। യേശുവിന് പറയാനുള്ളത്, നിനക്കുള്ളത് മുറുകെ പിടിക്കുക, നിന്റെ കിരീടം മറ്റൊരുത്തൻ എടുക്കരുത്. प्रभु यीशु मसीह बोलते हैं तुम्हारे पास जो है उसको थामे रखो, किसी और को अपने मुकुट को छीनने ना നമ്മുടെ दो। ജീവിതത്തിലും അപ്രകാരം ഒരു തീരുമാനത്തിലാകട്ടെ. हम भी अपने जीवन में उस एक ऐसे निर्णय को ले पाए। ഈ പകൽ യേശു നമ്മെ സഹായിക്കട്ടെ. इस सुबह के समय पे यीशु मसीह हमें सहायता दे। ഞാൻ ഈ ഒരു ദിവസം കൊണ്ട് ഇത് തീരത്തില്ല, അതുകൊണ്ട് അടുത്ത ദിവസം കൂടി ഇത് തുടർന്നേ മതിയാകൂ. मैं ये एक दिन में खत्म नहीं होगा, इसलिए मैं फिर से आगे भी इसके बारे में बोलना चाहूंगा। നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. तुम्हारे लिए जो है उसे तुम थामे रखो। എന്താ നിനക്കുള്ളത്? तुम्हारे लिए क्या है നീ वो? എന്റെ വചനം കാത്തു, അതാണ് നിനക്കുള്ളത്. तुमने मेरे वचन को थामे रखा, वो है तुम्हारे നീ लिए। എന്റെ നാമം മുറുകെ പിടിച്ചു, അതാണ് നിനക്കുള്ളത്. तुमने मेरे नाम को तुमने थामे रखा, वही है तुम्हारे लिए दिया गया। ദൈവവചനവും ദൈവനാമവും തുടർന്നും പിടിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കാം. प्रभु के वचन को और प्रभु के नाम को थामे रखने के लिए अपने जीवन में प्रभु सहायता करे, इसके लिए हम प्रार्थना करेंगे। ദൈവമാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. प्रभु यीशु मसीह हमें मदद करे। ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. आत्मा जो कलीसिया से कहता है वो ये सुने जिनके पास कान हो। നമുക്ക് ഒരു വാക്കിൽ പ്രാർത്ഥിച്ച് ഇന്നത്തെ ബൈബിൾ സ്റ്റഡി അവസാനിപ്പിക്കാം. हम लोग एक वाक्य में
प्रार्थना करके आज के इस बाइबल अध्ययन को बंद ഞങ്ങളുടെ करेंगे। കർത്താവും ദൈവവുമേ, ഞങ്ങൾ അങ്ങേ പിന്നെയും സ്തുതിക്കുന്നു. हमारे प्रभु और हमारे महान परमेश्वर, हम आपकी आराधना ഇന്ന് करते പകൽ हैं। തിരുവചനം പഠിക്കുവാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. आज हमें बाइबल की अध्ययन करने के लिए आपने हमें मौका दिया, उसके लिए धन्यवाद। കൃപയുള്ള കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. कृपा और अनुग्रह से भरे हुए हाथों की तरफ अपने आप हम അവിടുന്ന് देते അടിയങ്ങളെ हैं। ധാരാളമായി സഹായിക്കണം. आप हमें महान रूप में हमें मदद അത് कीजिएगा। യേശുവിന്റെ നാമത്തിൽ തന്നെ. वो सब कुछ यीशु मसीह के नाम से, ആമേൻ. आमीन।